എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നലെ നമ്മള് പരിമിത ഗണം, അനന്തഗണം എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഈക്വൽ സെറ്റ് അതായത് തുല്യ ഗണങ്ങള് അതും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോണത് ഉപഗണങ്ങളാണ്. ഉപഗണങ്ങൾ എന്ന് പറഞ്ഞാൽ സബ്സെറ്റ്. എങ്ങനെയാണ് സബ്സെറ്റ് പറയാ? ഒരു ഗണത്തിലെ എല്ലാ അംഗങ്ങളും മറ്റേ ഗണത്തിൽ ഉണ്ടാവുക. മറ്റേ ഗണത്തിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടായോട്ടെ, പക്ഷെ ഈ ഗണത്തിലുള്ള അംഗങ്ങളെല്ലാം മറ്റേ ഗണത്തിൽ ഉണ്ടാവണം. അപ്പോഴാണ് ഈ ഗണം മറ്റേ ഗണത്തിന്റെ സബ്സെറ്റ് ആണ് എന്ന് പറയാ. അതായത് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ടു n ബിലോങ്സ് ടു z എന്നുള്ള ഒരു സെറ്റ് എടുത്തു. ഇനി എഫ് എന്ന് പറയുന്നത് എന്തെടുത്തു? സെറ്റ് ഓഫ് ഓൾ 4n ബിലോങ്സ് ടു z. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? എഫിലെ എല്ലാ അംഗങ്ങളും ഏതിലുണ്ടാവും? ഇയിലുണ്ടാവും അല്ലെ? അപ്പൊ എഫിനെ എന്ത് പറയാം? ഇയുടെ സബ്സെറ്റ് ആണ് എന്ന് പറയാം. അത് എങ്ങനെയാണ് എഴുതുക? എഫ് സബ്സെറ്റ് ഓഫ് ഇ, ഇങ്ങനെയാണ് എഴുതുക. ഇനി എഫ് സബ്സെറ്റ് ആണ്. ഇനിയിപ്പോ ഇയുടെ വാക്യത്തിൽ പറഞ്ഞ ഇയുടെ സൂപ്പർ സെറ്റ് ആണ് എഫ് എന്ന് പറയാം. അപ്പൊ സബ്സെറ്റ് എന്ന് പറയുന്നതിന് എന്താണ്? ഉപഗണം എന്നാണ് പറയാ. എഫ് ഉപഗണമാണ് ഇ. ഇയുടെ അധിഗണമാണ് എഫ് എന്നുള്ളത്. ഈ എഫിന്റെ അധിഗണമാണ് എന്ന് പറയാം. എഫിന്റെ ഉപഗണമാണ്, ഇയുടെ ഉപഗണമാണ് എഫ് എന്ന് പറയാം. ഇയുടെ ഉപഗണമാണ് എഫ് എന്ന് പറയാം. പിന്നെ എന്താണ് പറയാൻ പറ്റുക? ഈ എഫിന്റെ അധിഗണമാണ് എന്നും പറയാം അല്ലെ? എഫിൽ കൂടുതൽ സംഖ്യകളുള്ളത് ഇയിലാണ്. അപ്പൊ എഫിന്റെ അധിഗണമാണ് ഇ എന്ന് പറയാം. ഇനി അടുത്തത് പറയണത്, ഇപ്പൊ നമ്മള് ഒരു സെറ്റ്, ഇപ്പൊ എ സബ്സെറ്റ് ഓഫ് ബിയും ആണ്, ബി സബ്സെറ്റ് ഓഫ് എയും ആണ് വെച്ചെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഈക്വൽ ടു ബി എന്ന് പറയാം. അതായത് ഈക്വൽ സെറ്റ് ആവും, തുല്യ ഗണങ്ങളാവും എന്നുള്ളതാണ് പിന്നെ പറയണത്. ഇനി അടുത്തത് പറയാം എങ്ങനെയാണ് അപ്പോ അതിന്റെ ഡെഫിനിഷൻ പറയാ. ഗണം എ ഗണം ബിയുടെ ഉപഗണമാകണമെങ്കിൽ ഒന്നുകിൽ എ ശൂന്യഗണമായിരിക്കണം. ശൂന്യഗണമായാലും അത് ഉപഗണമാകും. അല്ലെങ്കിൽ എയിലെ എല്ലാ അംഗങ്ങളും ബിയിലെ അംഗങ്ങൾ ആയിരിക്കണം. അപ്പൊ 5ഉം സബ്സെറ്റ് ഓഫ് എ എന്നുള്ള ഒരു സെറ്റ് ഉണ്ട് വെച്ചെങ്കിൽ 5 സബ്സെറ്റ് ഓഫ് എ ആവും. എപ്പോഴും ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് ആണ് ശൂന്യഗണം. പിന്നെ അടുത്തത് പറയണത് എന്താണ്? ഇനി നമുക്ക് എലിമെന്റ്, അതായത് ഗണത്തിലെ അംഗങ്ങള് നമ്മൾ പറഞ്ഞു. എലിമെന്റ് എന്ന് പറയുന്ന അംഗങ്ങൾ എന്ന് പറയുന്ന അത് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ബിലോങ്സ് ടു അല്ലെ? ഇപ്പൊ സെറ്റ് 1 2 3 എന്ന് എഴുതിക്കണ വെച്ചെങ്കിൽ നമുക്ക് പറയാം 1 ബിലോങ്സ് ടു ഏത് സെറ്റില്? എ ഈക്വൽ ടു സെറ്റ് 1 2 3 എന്ന് പറഞ്ഞാൽ 1 ബിലോങ്സ് ടു ഏതിലുണ്ട് എന്ന് പറയാം? എയിലുണ്ട് എന്ന് പറയാം. 2 ബിലോങ്സ് ടു എയിലുണ്ട് എന്ന് പറയാം അല്ലെ? എന്നാ 4 ഉണ്ടോ അതില്? ഇല്ല. 4 നോട്ട് ബിലോങ്സ് ടു എ എന്ന് പറയാം. അപ്പൊ ബിലോങ്സ് ടു എന്താണെന്ന് പറഞ്ഞു. എന്താണ് സബ്സെറ്റ് എന്നും പറഞ്ഞു. സബ്സെറ്റ് ആണെങ്കിൽ എന്ത് വേണം? ഇതിലുള്ള അതായത് എ 1 മിനിറ്റ്. എ ബിയുടെ സബ്സെറ്റ് ആവണമെങ്കിൽ എന്ത് വേണം? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് എഴുതണമെങ്കിൽ എയിലുള്ള അംഗങ്ങള് ബിയിലും ഉണ്ടാവണം അല്ലെ? ബിയിലും ഉണ്ടാവണം. എയിലുള്ള എല്ലാ അംഗങ്ങളും ബിയിൽ ഉണ്ടാവണം. അതായത് ഇപ്പോ ഇതിന്റെ ഒരു സബ്സെറ്റ് പറയാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാം? സെറ്റ് 1 2 എന്നുള്ള ബി എന്നുള്ള സെറ്റ് എടുത്തുണ്ടെങ്കിൽ ബി സബ്സെറ്റ് ഓഫ് എന്തിന്റെ? എയുടെ എന്ന് പറയാം. കാരണം സെറ്റ് 1 2 എന്ന് പറയുന്നത് ഇതിലും ഉണ്ട് അല്ലെ? ഇതിലുള്ള എല്ലാ അംഗങ്ങളും ഇതിലുണ്ട്. അപ്പൊ ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാം അല്ലെ? എയുടെ ഉപഗണമാണ് ബി എന്ന് പറയാം. അപ്പൊ അല്ലാച്ചെങ്കിൽ എന്താ പറയാം? ബിയുടെ അധിഗണമാണ് എ എന്നും പറയാം. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. നോക്കാം.
ഇതിലിപ്പോ ഗണം എയും, രണ്ട് ഗണങ്ങൾ എയും ബിയും പരസ്പരം ഉപഗണങ്ങളായിരിക്കാം, അവ തുല്യമായിരിക്കും എന്നുള്ളതും കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി ഉപഗണങ്ങളുടെ ഗണം, അതായത് പവർ സെറ്റ്. എങ്ങനെയാണ് പവർ സെറ്റ് പറയാം? അതായത് എ എന്നുള്ള ഒരു ഗണം 2, 4, 6 ഇങ്ങനെയാണ് ഒരു എ എന്നുള്ള ഗണമെങ്കിൽ പവർ സെറ്റ് എങ്ങനെ എഴുതാം? പവർ സെറ്റിൽ എപ്പോഴും എന്തുണ്ടാവും? ശൂന്യഗണം ഉണ്ടാവും. അപ്പൊ പവർ സെറ്റ് ഓഫ് എ എഴുതുമ്പോ നമ്മള് ശൂന്യഗണം എപ്പോഴും അതിന്റെ ഒരു ഉപഗണമായിരിക്കും. ഏത് ഗണത്തിന്റെയും ഉപഗണമാണ് ശൂന്യഗണം. പിന്നെ ആ ഗണം തന്നെ അതിന്റെ ഉപഗണമായിരിക്കും. അപ്പൊ 2, 4, 6 ഉണ്ട്. പിന്നെ ഉപഗണങ്ങൾ എഴുതാൻ എങ്ങനെയാണ്? സെറ്റിന്റെ ഉള്ളില് ഇത് ഓരോന്നും നമ്മൾ എഴുതുക. സെറ്റ് 2, സെറ്റ് 4, സെറ്റ് 6 അല്ലെ? ഇനി 2 വീതമുള്ളത് എഴുതുക. സെറ്റ് 2, 4, ഇനി സെറ്റ് 4, 6, പിന്നെ എന്താണ്? സെറ്റ് 2, 6, പിന്നെ എല്ലാം കൂടിയുള്ളത് നമ്മൾ എഴുതിയല്ലോ. അപ്പൊ ഓരോന്നുള്ളത് ആദ്യം എഴുതുക. എന്ത്? ശൂന്യഗണം എഴുതുക. പിന്നെ എന്തൊക്കെയാണ്? സെറ്റ് ഓരോ എലിമെന്റ്സും ഉള്ളത് എഴുതുക. പിന്നെ 2 എലിമെന്റ്സ് വീതമുള്ളത് എഴുതുക. പിന്നെ 3 എലിമെന്റ്സ് വീതമുള്ളത് എഴുതുക. 3 അംഗങ്ങൾ വീതമുള്ളത് എഴുതുക. അപ്പൊ അങ്ങനെയാണ് പവർ സെറ്റിനെ നമ്മൾ എഴുതണത്. അപ്പൊ n അംഗങ്ങളുള്ള ഒരു സെറ്റ് ആണ് എങ്കിൽ, ഒരു സെറ്റില് n അംഗങ്ങളാണെങ്കിൽ പവർ സെറ്റിൽ എത്ര അംഗങ്ങൾ ഉണ്ടാവും? 2n അംഗങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ നോക്കൂ, 3 ഇതിലെ അംഗങ്ങള് അല്ലെ? അപ്പൊ ഇത് പി ഓഫ് എയില് എത്ര ഉണ്ടാവും എന്ന് പറയുന്നത്? 2/3 ഉണ്ടാവും. അതായത് ഈ 2, 4, 4, 2, 8 അല്ലെ? 2, 4, 6, 8 കണ്ടോ? 8 അംഗങ്ങളാണ് ഈ പി ഓഫ് എയില് ഉണ്ടാവണത്. അപ്പോ പി ഓഫ് എയിലെ അംഗങ്ങളെ കാണാനുള്ള വാക്യം എന്താണ്? പി ഓഫ് എ നമ്പർ ഓഫ് പി ഓഫ് എ, അതായത് പി ഓഫ് എയിലെ അംഗങ്ങളുടെ എണ്ണം കാണാനുള്ള വാക്യാണ് 2n എന്നുള്ളത്. n എയിലെ അംഗങ്ങളാണെങ്കിൽ അതില് ഉപഗണങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 2n ആയിരിക്കും. എ എന്ന ഗണത്തിൽ n അംഗങ്ങളുണ്ടെങ്കിൽ എയുടെ ഉപഗണങ്ങളുടെ എണ്ണം 2n ആയിരിക്കും. എ എന്ന ഗണത്തിലെ ഉപഗണങ്ങളിൽ ഒരെണ്ണം എ തന്നെയാണ്. എയുടെ ഒഴികെയുള്ള ഉപഗണങ്ങളെ സംഗതോപഗണങ്ങൾ, അതായത് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയും. എനെ നീക്കി നിർത്തുക. അതായത് നമ്മൾ പറഞ്ഞു ശൂന്യഗണവും അതേ ഗണം തന്നെയും അതിന്റെ ഉപഗണമാവും എന്ന് പറഞ്ഞു. ആ ഉപഗണങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ ആ എനെ വേർതിരിച്ചെടുത്താ നമുക്ക് ബാക്കിയുള്ളതാണ് സംഗതോപഗണങ്ങൾ, അതായത് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോപ്പർ സബ്സെറ്റില് എത്ര അംഗങ്ങൾ ഉണ്ടാവും? അതായത് ശരിക്കുള്ള സബ്സെറ്റില് എത്ര അംഗങ്ങൾ ഉണ്ടാവും? ഉപഗണങ്ങളില് എത്ര അംഗങ്ങൾ ഉണ്ടാവും? 2n ആണ്. അതൊന്ന് 1 മൈനസ് ചെയ്യുക. അപ്പൊ 2n - 1 ആണ് ഏത് ഗണങ്ങളുടെ എണ്ണം? സംഗതോപഗണങ്ങൾ, അതായത് പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 5 a equal to 1, 2, 1, 3, b equal to set of all 1, 5, 9, c equal to set of all 1, 3, 5, 7, 9 എന്നീ ഗണങ്ങൾ പരിഗണിക്കുക. സബ്സെറ്റ്, നോട്ട് സബ്സെറ്റ് ഓഫ് എന്നീ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന വിധം ചേർത്ത് പൂരിപ്പിക്കുക. അതായത് ഉപഗണമാണോ ഉപഗണമല്ലേ എന്ന് നമ്മൾ നോക്കണം. അപ്പൊ 5 എപ്പോഴും എന്തിന്റെ ഉപഗണമാവും? ഏതൊരു സെറ്റിന്റെയും ഉപഗണമാവും. അപ്പൊ 5 സബ്സെറ്റ് ഓഫ് ബി എന്ന് എഴുതാൻ സാധിക്കും. എ നോക്കൂ, ഇവിടെ 1, 3 ആണ്. ബിയിൽ എന്തുണ്ട്? 1 ഉണ്ട്, പക്ഷെ 3 ഇല്ല. അപ്പൊ നമുക്ക് സബ്സെറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നോട്ട് സബ്സെറ്റ്. ഇനി അടുത്തത് നോക്കൂ, എയും സിയും നോക്കുക. എ 1, 3 ആണ്, സി 1, 3, 5, 7 ആണ്. 1, 3 എന്ന് പറയുന്നത് എല്ലാം സിയിലുണ്ട്, അപ്പൊ സബ്സെറ്റ് ആണ് എന്ന് പറയാം. ബിനെ നോക്കൂ, 1, 5, 9. 1, 5, 9 സിയിലുണ്ട് അല്ലെ? അപ്പൊ ബിനെ സബ്സെറ്റ് ഓഫ് സി എന്ന് പറയാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A equal to set of all A, E, I, O, U, B equal to A, B, C, D എന്നീ ഗണങ്ങൾ പരിഗണിക്കുക. എ എന്ന ഗണം ബിയുടെ ഉപഗണമാണോ
എന്താണ് എയുടെ ബിയുടെ ഉപഗണമാണോ എ എന്ന ഗണം? അതായത് എയിലുള്ള എല്ലാ അംഗങ്ങളും ബിയിലുണ്ടോ? ഇല്ല. എ ഇ ഉണ്ട്, ഇ ഇല്ല അല്ലെ? ഇയും ഇല്ല, ഐയും ഇല്ല, ഓ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? എയുടെ ഉപഗണമാണ് ബി എന്ന് പറയാൻ സാധിക്കില്ല. ഇനി ബി എന്ന ഗണം എയുടെ ഉപഗണമാണോ? അതുമല്ല അല്ലെ? ബിയിലുള്ള അംഗങ്ങളെല്ലാം എയിലുണ്ടോ? ഇല്ല. അപ്പൊ അതും പറയാൻ പറ്റില്ല. ഇനി എ ബി സി എന്നീ 3 ഗണങ്ങളാണ്. എ ബിലോങ്സ് ടു ബി. എ ബിയിലെ അംഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബി സബ്സെറ്റ് ഓഫ് സിയും ആയ എ സബ്സെറ്റ് ഓഫ് സി എന്നത് ശരിയാണോ? അല്ല, അത് ശരിയാവില്ല. എ സബ്സെറ്റ് ഓഫ് അതായത് എയിലുള്ള ഒരു അംഗം ബിയിലുണ്ട് വെച്ചെങ്കിൽ ബി സബ്സെറ്റ് ഓഫ് സിയും ആണ് വെച്ചെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എ സബ്സെറ്റ് ഓഫ് സി എന്ന്. അപ്പം ഇനി അടുത്തത് എന്താണ്? ഉപഗണങ്ങളുടെ ഗണം പി ഓഫ് എ എന്നാണ് സൂചിപ്പിക്കുക. പി ഓഫ് എ കൊണ്ടാണ് ഉപഗണങ്ങളുടെ ഗണത്തിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ പി ഓഫ് എ എഴുതുമ്പോൾ നമ്മൾ എന്ത് വേണം? ബ്രാക്കറ്റിനുള്ളിലാണ് എഴുതേണ്ടത്. അതായത് ബ്രേസസ് ഇടണം ആദ്യം, എന്നിട്ട് വേണം നമ്മൾ ഓരോ എലിമെന്റിനും കോമ വെച്ച് വേർതിരിച്ച് എഴുതണം. അപ്പൊ എഴുതണത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ്? ആദ്യം ഏതാണ്? ശൂന്യഗണം, പിന്നെ അതേ ഗണം തന്നെ ഉണ്ട്, പിന്നെ ഒരു എലിമെന്റ് മാത്രമുള്ളത് എഴുതുക, പിന്നെ 2 എലിമെന്റുകൾ മാത്രമുള്ളത് എഴുതുക, പിന്നെ 3 ഉണ്ട് വെച്ചെങ്കിൽ 3 ഉള്ളത് എഴുതുക. അങ്ങനെയാണ്. അപ്പോ എ എന്ന ഗണത്തിൽ n അംഗങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ നമ്പർ ഓഫ് പി ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് പറഞ്ഞു? 2n അംഗങ്ങളായിരിക്കും എന്ന് പറഞ്ഞു. ഇനി ആറിന്റെ ഉപഗണങ്ങളായി ഇടവേളകൾ, അതായത് നമ്മൾ ഇന്റർവെൽസ് എന്ന് പറയും. അതായത് എങ്ങനെയാണ് ഇന്റർവെൽസ് എഴുതുക, എങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമ്മള് ഒരു കാര്യം നോക്കിയാൽ മതി. ഇപ്പൊ ഇന്റർവെൽ എഴുതുമ്പോൾ നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ്ഡ് ബ്രാക്കറ്റും നമ്മൾ ഇടും. അപ്പോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ഇപ്പൊ എയും ബിയും ആണ് ഇതില് അംഗങ്ങൾ എങ്കിൽ എ ഇതില് കൂട്ടില്ല, ബിയും ഇതില് കൂട്ടില്ല. അങ്ങനെ ആവുമ്പോഴാണ് ഓപ്പൺ ബ്രാക്കറ്റ്. ഇനി എയും ബിയും ഇതിലെ അംഗമാവുമ്പോ, ആ ഇന്റർവെല്ലിലെ അംഗമാവുമ്പോ എന്തിൽ പറയും? സ്ക്വയർ ബ്രാക്കറ്റിൽ പറയും. അപ്പൊ ഇനി ഒരു ഭാഗം എയും ഒരു ഭാഗം ഓപ്പണും ഒരു ഭാഗം ക്ലോസ്ഡും ആയിട്ടുള്ള ഇന്റർവെൽ ആണ് ഇത്. ഇങ്ങനെയും പറയാം, എ ബി ഓപ്പൺ. അതായത് ഓപ്പൺ ഭാഗത്തുള്ളത് നമ്മൾ ആ ഇന്റർവെല്ലിൽ കൂട്ടില്ല, അതായത് ഈക്വൽ ടു പറയാൻ സാധിക്കില്ല. അപ്പോ ഇനി എങ്ങനെയാ പറയാ? എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ എ, അപ്പൊ എങ്ങനെയാണ് ഇതിനെ നമ്മൾ നോട്ടേറ്റ് ചെയ്യുക? അതായത് എ ഇതിലെ അംഗാണോ? അല്ല. അപ്പൊ എ എന്ന് പറയണത് ഓപ്പൺ ബ്രാക്കറ്റ് ആണ് അല്ലെ? പിന്നെ ബി എന്ന് പറയണതോ ഇതിലെ അംഗാണ്, കാരണം ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ക്ലോസ്ഡ് ആയിട്ട് പറയണം. അപ്പൊ നമ്മൾ സൂചിപ്പിക്കണത് നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് ആണ് വെച്ചെങ്കിൽ അതിലുള്ള അംഗം അല്ല വെച്ചെങ്കിൽ നമ്മൾ ഒരു ഹോൾ കൊണ്ടാണ് സൂചിപ്പിക്കുക. പിന്നെ അതിലെ അംഗമാണ് വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡോട്ടാണ് ഇടുക. അപ്പൊ അത് രണ്ടിന്റെയും വ്യത്യാസം നിങ്ങൾക്ക് അറിയണം. ഡോട്ട് ഇടുമ്പോ നമ്മൾ അതില് അംഗമാണ് എന്നുള്ളതാണ്. ഓപ്പൺ അതായത് ഹോളായിട്ട് എഴുതുമ്പോ നമ്മൾ അതിലെ അംഗമല്ല. അതായത് അതുകൊണ്ടാണ് ഇവിടെ എന്ത് എഴുതിയത്? എയിലെ അംഗമാണ് എന്ന് പറയുമ്പോ എയുടെ അവിടെ എന്ത് ബ്രാക്കറ്റ് ഇടണം? സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. ബിയിലെ അംഗമല്ല, ബി അതിലെ അംഗം അല്ല എന്ന് പറയുമ്പോ അത് ഓപ്പൺ ബ്രാക്കറ്റ് ആയിട്ട് ഇടണം. അപ്പൊ 4 തരം ഇന്റർവെൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ബ്രാക്കറ്റ് എ ബി, ക്ലോസ്ഡ് ബ്രാക്കറ്റ് എ ബി, ക്ലോസ്ഡ് എ, ഓപ്പൺ ബി, ഓപ്പൺ എ, ക്ലോസ്ഡ് ബി. അങ്ങനെ 4 തരത്തിലുള്ള ഇന്റർവെല്ലുകളാണ് പറഞ്ഞത്. അപ്പൊ ഇത് ഓപ്പൺ എ ബി എന്ന് പറഞ്ഞിട്ട് വെച്ചെങ്കിൽ എന്താണ്? എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. എയും ബിയും അതിലെ അംഗങ്ങളല്ല. ക്ലോസ്ഡ് ആകുമ്പോഴോ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇനി ഇത് ആവുമ്പോഴോ എ
അംഗമാണ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി. ഇനി ഇവിടെ വരുമ്പോഴോ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അതായത് എവിടെയാണോ ക്ലോസ്ഡ് ഉള്ളത് അത് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ആ ഇൻക്ലൂഡ് ചെയ്യണതിനെയാണ് നമ്മൾ ഒരു ഡോട്ട് കൊണ്ട് സൂചിപ്പിക്കണത്. ഇവിടെ ആവുമ്പോ അത് ഇല്ല എങ്കിൽ അതിന് ഹോൾ കൊണ്ടാണ് സൂചിപ്പിക്കണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് പറയണത് എന്താണ്? സമസ്തഗണം. സമസ്തഗണം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഗണങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ അതിന്റെ അധിഗണമായി വരുന്നത് അതാണ് സമസ്തഗണം. അപ്പൊ രണ്ട് ഗണങ്ങളല്ല 3 ഗണങ്ങൾ ഉണ്ട് വെച്ചെങ്കിലും അതിന്റെ അധിഗണമായി എടുക്കാവുന്ന ഗണമാണ് സമസ്തഗണം. ഇപ്പൊ നമ്മള് എ എന്നുള്ളത് ഒരു 2, 3 എടുത്തു, ബി എന്നുള്ളത് 4, 5, 6 എന്ന് എടുത്തു, സി എന്നുള്ളത് 2, 3, 2, 1 എന്ന് എടുത്തു. അങ്ങനെയാവുമ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞു ഗണത്തിലെ അംഗങ്ങളെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം അല്ലെ. ഇതിന് നമുക്ക് കൃത്യമായ ഒരു ഇതില്ല, 2 കഴിഞ്ഞിട്ടേ 3 എഴുതാൻ പാടുള്ളൂ എന്നുള്ളതില്ല, ക്രമമില്ല അല്ലെ. അപ്പൊ നമുക്ക് 2, 1 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ എ ബി സിയുടെ സമസ്ത ഗണമായി വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള എല്ലാ അംഗങ്ങളും സമസ്ത ഗണത്തിൽ ഉണ്ടാവണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1 എഴുതാം, 2 എഴുതാം, 3 എഴുതാം, 4, 5, 6, പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടെച്ചെങ്കിൽ അതും എഴുതാം. അപ്പൊ അത് സമസ്തഗണാവും. കാരണം ഇതിലുള്ള എല്ലാ അംഗങ്ങളും ഇതിലുണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടായോണ്ട് കുഴപ്പമില്ല. അപ്പൊ അതാണ് സമസ്ത ഗണം, അതായത് യൂണിവേഴ്സൽ സെറ്റ്. നെക്സ്റ്റ്, അപ്പൊ യു എന്ന അക്ഷരം കൊണ്ടാണ് ഈ യൂണിവേഴ്സൽ സെറ്റ്, അതായത് സമസ്ത ഗണത്തെ സൂചിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പരിശീലന പ്രശ്നങ്ങള് അതായത് 3ാമത്തെ പരിശീലന പ്രശ്നമായി ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളിൽ സബ്സെറ്റ് ഓഫ്, നോട്ട് സബ്സെറ്റ് ഓഫ് എന്നീ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് എഴുതുക. അതായത് ഉപഗണം, ഉപഗണമല്ല എന്നുള്ള ചിഹ്നം ഉപയോഗിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 2, 3, 4 ഇതിലെ അംഗമാണോ ഇത്? ഇതിലെ അംഗമാണോ ഇത്? അതെ, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനെ സബ്സെറ്റ് ഓഫ് എന്ന് എഴുതാൻ പറ്റും. ഇത് നോക്കൂ, എ ബി സി, എ ഉണ്ടോ? ഇല്ല. അപ്പൊ അതിന് നോട്ട് സബ്സെറ്റ് ഓഫ് എന്ന് എഴുതാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് നിങ്ങളുടെ സ്കൂളിലെ 11th ക്ലാസ്സിലെ കുട്ടി, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് നിങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടി, സ്കൂളിലെ ഒരു കുട്ടി തന്നെയാണ് 11th ഒരു കുട്ടി അല്ലെ. അപ്പൊ നമുക്ക് സബ്സെറ്റ് ആണെന്ന് പറയാൻ സാധിക്കും. നെക്സ്റ്റ് നോക്കൂ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു തലത്തിലെ വൃത്തം, ഒരു തലത്തിലെ വൃത്തം. നെക്സ്റ്റ് എന്താ പറയുന്നത്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് അതേ തലത്തിലെ 1 യൂണിറ്റ് ആരമുള്ള വൃത്തം. 1 യൂണിറ്റ് ആരമുള്ള വൃത്തത്തിൽ തന്നെ ഒരു തലത്തിലെ വൃത്തം എല്ലാം അടങ്ങിയിരിക്കുമോ? ഇല്ല. അപ്പൊ നോട്ട് എ സബ്സെറ്റ് ഓഫ് എന്ന് പറയണം. ഇനി നെക്സ്റ്റ് നോക്കൂ, ഒരു തലത്തിലെ ത്രികോണം അതേ തലത്തിലെ ഒരു ചതുരം, ചതുരത്തിലെ ത്രികോണം അടങ്ങുമോ? ഇല്ല. അപ്പോ അത് നോട്ട് എ സബ്സെറ്റ് ഓഫ് എന്ന് എഴുതാം. ഇനി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു തലത്തിലെ സമഭുജ ത്രികോണം, അതേ തലത്തിലെ ഒരു ത്രികോണം, ത്രികോണത്തിലെ സമഭുജ ത്രികോണം അടങ്ങില്ലേ? അപ്പൊ എന്ത് പറയാം? അത് സബ്സെറ്റ് ആണ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ് ഒരു ഇരട്ട എണ്ണൽ സംഖ്യ, എക്സ് ഒരു പൂർണ്ണസംഖ്യ. പൂർണ്ണസംഖ്യയിൽ തന്നെ ഇരട്ട എണ്ണൽ സംഖ്യ വരും അല്ലെ. അപ്പൊ സബ്സെറ്റ് ഓഫ് എന്ന് എഴുതാൻ പറ്റും. അപ്പം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് എഴുതുക. എ ബി നോട്ട് സബ്സെറ്റ് ഓഫ് ബി സി എ. എ ബി ഇതിൽ തന്നെ ഉണ്ട് അല്ലെ. അപ്പൊ സബ്സെറ്റ് ഓഫ് എന്നാണ് പറയേണ്ടത്. അപ്പൊ ഇത് തെറ്റാണ്. ഈ വാക്യം നോട്ട് സബ്സെറ്റ് ഓഫ് എന്നുള്ളത് തെറ്റാണ്. നെക്സ്റ്റ്, സെറ്റ് ഓഫ് ഓൾ എ ഇ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരു സ്വരാക്ഷരം. അങ്ങനെ പറയാൻ പറ്റുമോ നോക്കൂ. അതായത്
സ്വരാക്ഷരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു അല്ലെ? വവ്വൽസ് ആണ് സ്വരാക്ഷരങ്ങള്. അപ്പൊ അതിലെ ഒരു അംഗം തന്നെ അതിലെ അംഗങ്ങൾ തന്നെയല്ലേ എ, ഇ എന്നുള്ളത്. അപ്പൊ അതിന് സബ്സെറ്റ് ഓഫ് എന്ന് പറയാൻ പറ്റുമോ? ഉവ്വ്, ട്രൂ ആണ്. നെക്സ്റ്റ്, സെറ്റ് ഓഫ് ഓൾ 1, 2, 3 സബ്സെറ്റ് ഓഫ് 1, 3, 5 ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. 2 എന്ന് പറയണത് ഇതിലില്ല അല്ലെ? അപ്പൊ ഇത് പറയാൻ പറ്റില്ല, ഇത് ഫോൾസ് ആണ്. നെക്സ്റ്റ് നോക്കൂ, സെറ്റ് ഓഫ് ഓൾ എ, സെറ്റ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് എ ബി സി ഇങ്ങനെ പറയാൻ പറ്റുമോ നോക്കൂ. സെറ്റ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് എ ബി സി എന്ന് പറയാൻ പറ്റും അല്ലെ? എ എന്നുള്ളത് ഇതിലുണ്ട്, അപ്പൊ നമുക്ക് സബ്സെറ്റ് ഓഫ് എന്ന് പറയാൻ പറ്റും. ഇനി സെറ്റ് എ ബിലോങ്സ് ടു എ ബി സി എന്ന് പറയാൻ പറ്റുമോ? അതായത് ബിലോങ്സ് ടു പറയണെച്ചെങ്കിൽ ഈ ബ്രേസസ് കളഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ ഓരോ എലിമെന്റും എന്ന് പറയണത്. അപ്പൊ ഇതിലെ എലിമെന്റ് എന്ന് പറയുന്നത് എ ആണ്. എ ബിലോങ്സ് ടു സെറ്റ് ഓഫ് ഓൾ എ ബി സി എന്ന് എഴുതാം. പക്ഷേ നമുക്ക് സെറ്റ് എ ബിലോങ്സ് ടു എന്ന് എഴുതണമെച്ചെങ്കിൽ നമ്മൾ എന്താണ്, ഈ ഒരു ബ്രേസസിന്റെ ഉള്ളിൽ വേറൊരു ബ്രേസസ് ഇട്ടിട്ട് എ എഴുതിയിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് അത് പറയാം ഇതിലെ അംഗമാണ്, ഈ സെറ്റ് എ ബിലോങ്സ് ടു ഇതിലെ അംഗമാണ് എന്ന് പറയാം. പക്ഷെ ബിലോങ്സ് ടു പറയണെച്ചെങ്കിൽ ഈ സെറ്റ് അങ്ങനെ ഇതിന്റെ ഉള്ളിൽ വരണം. ഈ രണ്ട് ബ്രേസസിന്റെയും ഈ രണ്ട് ബ്രേസസും മാറ്റിയിട്ട് ഈ സെറ്റ് എ എന്നുള്ളത് ഇവിടെ വരുന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് അത് എലിമെന്റ് ആണ് എന്ന് പറയാം. അപ്പൊ ഇതില് അങ്ങനെ പറയാൻ സാധിക്കുവോ? ഇല്ല. അപ്പം സെറ്റ് എ ബിലോങ്സ് ടു സെറ്റ് എ ബി സി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നെക്സ്റ്റ് നോക്കൂ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് 6ൽ കുറവായ ഒരു ഇരട്ട സംഖ്യ. 6ൽ കുറവായ ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ ഇരട്ട എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ 2, 4 മാത്രമേ ഉള്ളൂ അല്ലെ? ഇനി ഇവിടെ നോക്കൂ, 36ന്റെ ഘടകമായ ഒരു എണ്ണൽ സംഖ്യ. 36ന്റെ ഘടകങ്ങളെ എങ്ങനെയൊക്കെ എഴുതുക? 1 എഴുതാം, 2 എഴുതാം, 3 എഴുതാം, 4 എഴുതാം, 6 എഴുതാം, 9 4 36, അപ്പൊ 13 36, പിന്നെ എന്താണ് 18, പിന്നെ ഈ 36 തന്നെ. അപ്പൊ ഈ ഒരു സെറ്റില് ഈ 2, 4 എന്ന് പറയണത് എല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ സബ്സെറ്റ് ഓഫ് എന്ന് പറയാൻ സാധിക്കും. അപ്പൊ ഇത് ട്രൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1, 2 സെറ്റ് 3, 4, 5. അപ്പൊ ഇതില് ഒരു അംഗമാണ് ഏതെന്ന് പറയണത്? സെറ്റ് 3, 4 എന്ന് പറയണത് ഏതിലെ അംഗമാണ്? എയിലെ അംഗമാണ് അല്ലെ? എയിലെ ഒരു അംഗമാണ്. അതായത് ഈ വെളിയിലുള്ള രണ്ട് ബ്രേസസും കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോമ കൊണ്ട് വേർതിരിച്ചിരിക്കുന്നത് എല്ലാം ഓരോ എലിമെന്റ്സ് ആണ്. അപ്പൊ 1 എന്ന് പറയുന്നത് എയിലെ അംഗമാണ്, 2 എയിലെ അംഗമാണ്, ബ്രേസിന്റെ ഉള്ളിൽ 3, 4 എന്ന് പറയുന്നതും ഇതിലെ അംഗമാണ് അല്ലെ? അപ്പൊ ഇനി ഇത് എന്താ പറയാ, ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം, എന്തുകൊണ്ട്? സെറ്റ് ഓഫ് ഓൾ 3, 4 സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ് അത് പറയാൻ പറ്റില്ല എന്ന് പറയണത്? ഈ സെറ്റിന്റെ ഉള്ളില് സെറ്റ് ഓഫ് ഓൾ 3, 4 സബ്സെറ്റ് ഓഫ് എ എന്ന് പറയണെച്ചെങ്കിൽ ഈ എയിലെ അംഗമായിരിക്കണം ഏതെന്ന് പറയണത്? 3ഉം 4ഉം. പക്ഷെ ഇതിലെ അംഗം എന്ന് പറയണത് എന്താണ്? സെറ്റ് 3, 4 ആണ്. അപ്പൊ നമുക്ക് ഇത് സബ്സെറ്റ് ഓഫ് എ എന്ന് പറയണെച്ചെങ്കിൽ ഈ സെറ്റിന്റെ ഉള്ളില് ഇനിയൊരു സെറ്റ് 3, 4 പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ സാധിക്കും. പക്ഷെ ഇങ്ങനെ പറയാൻ സാധിക്കില്ല. നെക്സ്റ്റ് നോക്കൂ, സെറ്റ് 3, 4 ബിലോങ്സ് ടു എ ആണ് അല്ലെ? ഇതിലെ ഒരു എലിമെന്റ് ആണ്, എയിലെ ഒരു എലിമെന്റ് ആണ് സെറ്റ് 3, 4 എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് നോക്കൂ, സെറ്റ് 3, 4 ഞാൻ പറഞ്ഞു സെറ്റിന്റെ ഉള്ളിൽ സെറ്റ് 3, 4 ആണെന്നുവെച്ചെങ്കിൽ നമുക്ക് സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്? സെറ്റിന്റെ ഉള്ളിൽ ഈ ഒരു എലിമെന്റ് 3, 4 എന്നുള്ളത് നമ്മൾക്ക് ഉണ്ട് അല്ലെ? എയില് അംഗമാണ്. അപ്പൊ നമുക്ക് സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റും.
ഇനി നമുക്ക് എന്താണ് 1 ബിലോങ്സ് ടു എ എന്ന് പറയാൻ പറ്റുമോ? 1 1 മിനിറ്റ്. 1 ബിലോങ്സ് ടു എ എന്ന് പറയാൻ പറ്റുമോ? 1 ഏതിലെ അംഗമാണ്? എയിലെ അംഗമാണ്. അപ്പൊ ഇത് നമുക്ക് പറയാൻ പറ്റും അല്ലെ? ഇനി 1 സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റുമോ? 1 സബ്സെറ്റ് ഓഫ് എ എന്ന് പറയണച്ചെങ്കിൽ അതായത് സെറ്റ് 1 സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റും. പക്ഷെ 1 സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റില്ല. 1 ബിലോങ്സ് ടു എ എന്നേ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതിന്റെ ഒരു വ്യത്യാസം എങ്ങനെയാന്ന്? 1 ബിലോങ്സ് ടു, അതായത് ഒരു എലിമെന്റിനെ പറയുകയാണെച്ചെങ്കിൽ നമുക്ക് ബിലോങ്സ് ടു എന്ന് പറയാം. പക്ഷെ ഈ സെറ്റ് ആയിട്ട് പറയുകയാണെച്ചെങ്കിൽ സെറ്റ് 1 സബ്സെറ്റ് ഓഫ് എ എന്നാണ് പറയേണ്ടത്. അപ്പൊ ഇത് കറക്റ്റ് അല്ല. ഇനി നെക്സ്റ്റ് നോക്കൂ, സെറ്റ് 1 2 5 സബ്സെറ്റ് ഓഫ് എ. അത് പറയാൻ പറ്റില്ലേ? പറ്റും അല്ലേ? 1 2 5 ഇതിലെ അംഗമാണ്. അപ്പൊ സബ്സെറ്റ് ഓഫ് എന്ന് പറയാൻ പറ്റും. ഇനി സെറ്റ് 1 2 5 ബിലോങ്സ് ടു എ എന്ന് പറയാൻ പറ്റുമോ? സെറ്റ് 1 2 5 ബിലോങ്സ് ടു എ എന്ന് പറയാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ സെറ്റിന്റെ ഉള്ളിൽ പറയുമ്പോ നമ്മൾ എന്ത് വേണം? സെറ്റ് 1 2 5 ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞെങ്കിൽ നമ്മള് ഈ സെറ്റിന്റെ ബ്രേസസിന്റെ ഉള്ളിൽ സെറ്റ് 1 2 5 വരണം. എങ്കിലേ നമുക്ക് സെറ്റ് 1 2 5 ബിലോങ്സ് ടു എ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതില് 1 ബിലോങ്സ് ടു എ, 2 ബിലോങ്സ് ടു എ അങ്ങനെയൊക്കെ പറയാം. പക്ഷെ 1 2 5 ബിലോങ്സ് ടു എ എന്ന് പറയണച്ചെങ്കിൽ ഈ സെറ്റിന്റെ ഉള്ളില് ഏത് വേണം? അതായത് എ എന്നുള്ള സെറ്റിന്റെ ഉള്ളില് ഈ സെറ്റ് 1 2 5 വേണം. എങ്കിലേ നമുക്ക് ബിലോങ്സ് ടു എ എന്ന് പറയാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് നോക്കൂ, സെറ്റ് 1 2 3 സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ സാധിക്കുമോ? അതായത് 3 എന്നുള്ള ഒരു അംഗം ഇതിലുണ്ടോ? ഇല്ല. ഇതിലുള്ളത് സെറ്റ് 3 4 ആണ്. 3 എന്നുള്ളത് മാത്രമായിട്ട് ഇല്ല. അപ്പൊ ഇത് നമുക്ക് പറയാൻ സാധിക്കില്ല. നെക്സ്റ്റ് നോക്കൂ, 5 ബിലോങ്സ് ടു എ. 5 ബിലോങ്സ് ടു എ എന്ന് പറയണെച്ചെങ്കിൽ ഈ സെറ്റിന്റെ ഉള്ളില് 5 എന്ന് പറയണ ഒരു എലിമെന്റ് വേണം. അങ്ങനെ ആവുമ്പോഴാണ് 5 ബിലോങ്സ് ടു എ എന്ന് പറയുക. അപ്പൊ ഇത് പറയേണ്ടത് എന്താണ്? 5 സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞ അത് ശരിയാണ്. പക്ഷെ 5 ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞ അത് തെറ്റാണ്. നെക്സ്റ്റ് നോക്കൂ, 5 സബ്സെറ്റ് ഓഫ് എ അത് എന്താണ്? 5 സബ്സെറ്റ് ഓഫ് എ എന്നുള്ളത് ശരിയാണ്. സെറ്റ് 5 സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെറ്റ് 5 സബ്സെറ്റ് ഓഫ് എ എന്ന് പറയണെച്ചെങ്കിൽ ഈ എയിലെ ഒരു അംഗമാകണം ഈ 5. എങ്കിൽ മാത്രമേ സെറ്റ് 5 സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇത് ആൻസർ കറക്റ്റ് അല്ല. അപ്പൊ ഏതൊക്കെയാണ് കറക്റ്റ് അല്ലാത്തതെന്നാണ് ചോദിച്ചെഴുതുന്നത്. അപ്പൊ അത് എടുത്തെഴുതുക. ഇനി അടുത്തത് നോക്കൂ, ചുവടെ കൊടുത്തിരിക്കുന്ന ഗണങ്ങളുടെ എല്ലാ ഉപഗണങ്ങളും എഴുതുക. അതായത് സെറ്റ് എയുടെ ഉപഗണങ്ങൾ ഏതൊക്കെയാ വരിക? ആദ്യം വരിക 5 അല്ലെ, ശൂന്യഗണം വരും. പിന്നെ വരിക എന്താണ്? സെറ്റ് എ. ഈ രണ്ടെണ്ണേ വരുള്ളൂ അല്ലെ. ഇനി സെറ്റ് എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അംഗങ്ങളുണ്ട്. അപ്പൊ നമ്മൾക്ക് എന്ത് വരാം? 5 അതായത് ശൂന്യഗണം. പിന്നെ സെറ്റ് എ, സെറ്റ് ബി, പിന്നെ എന്താണ്? സെറ്റ് എ ബി. 4 എണ്ണം വരും. ഇനി അടുത്തത് നോക്കൂ, സെറ്റ് 1 2 3. ഇതിന്റെ ഉപഗണങ്ങൾ എഴുതാൻ പറഞ്ഞ സെറ്റ് 1 5 ഉണ്ട് ആദ്യം ശൂന്യഗണം. പിന്നെ സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, പിന്നെ 2 എണ്ണം ഉള്ളത് എഴുതുക. സെറ്റ് 1 2, പിന്നെ സെറ്റ് 2 3, പിന്നെ സെറ്റ് 1 3, പിന്നെ 3 എണ്ണം ഉള്ളത് എഴുതുക. സെറ്റ് 1 2 3. ഇതൊക്കെയാണ് ഏത്? ഉപഗണങ്ങള്. ഇനി 5ന്റെ എല്ലാ ഉപഗണങ്ങളും എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 5 തന്നെയാണ് അല്ലെ. 5 തന്നെയേ ഉള്ളൂ.
ഇനി അടുത്തത് എന്താണ്? എ ഈക്വൽ ടു 5 ആയാൽ പി ഓഫ് എയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും? എ എന്ന് പറയണത് 5 ആണെന്ന് പറഞ്ഞാൽ അത് എന്ന് പറയണത് 0 ആണ് അല്ലെ? അപ്പൊ പി ഓഫ് എയിൽ എത്ര അംഗങ്ങൾ ഉണ്ടാവും? 2⁻0, അതായത് 1, ഒരു അംഗം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയെ ഇടവേള ആയി എഴുതുക, അതായത് ഇന്റർവെൽസ് ആക്കി എഴുതാനാണ് പറയണത്. -4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ -4നെ നമ്മള് എന്താണ് ഇതിൽ കൂട്ടണില്ല, ഈക്വൽ ടു ഇല്ല. അപ്പൊ ഓപ്പൺ ബ്രാക്കറ്റ് ആണ് അവിടെ എഴുതേണ്ടത്. ഈക്വൽ ടു ഉള്ളത് കാരണം ഇതിന് എന്താണ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് വേണം. അപ്പൊ -4 ഓപ്പൺ ബ്രാക്കറ്റ് -4 6 ക്ലോസ്ഡ്, ഇങ്ങനെയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് നോക്കൂ. -12 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -10. അപ്പൊ ഇതില് -12ഉം -10ഉം രണ്ടും ഇതിലെ അംഗമല്ല. അപ്പൊ ഓപ്പൺ ബ്രാക്കറ്റ് ആണ് ഇടേണ്ടത്. നെക്സ്റ്റ് നോക്കൂ. x belongs to R, 0 less than or equal to x less than 7. 0 7 0 ഇതിലെ അംഗമാണ്. അപ്പൊ ഏത് ക്ലോസ്ഡ് ബ്രാക്കറ്റ്, ഇതിലെ അംഗമല്ലാത്തത് ഓപ്പൺ ബ്രാക്കറ്റ്. ഇനി അടുത്തത് എന്താണ്? 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. രണ്ടും ഇതിലെ അംഗമാണ് അല്ലെ? അപ്പൊ 3ഉം 4ഉം എഴുതിയിട്ട് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ് ഇടേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെ കൊടുത്തിരിക്കുന്ന ഇടവേളകളെ നിബന്ധനാ രീതിയിൽ എഴുതുക. -3 0 എന്ന് പറഞ്ഞാൽ -3യും 0യും ഉൾപ്പെടുന്നില്ല അല്ലെ? അതായത് ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. അപ്പൊ -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0. ഇനി എന്താണ് ഇവിടെ എന്താണ് എഴുതേണ്ടത്? ഇത് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്, രണ്ടും അപ്പൊ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ എന്താണ് 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഇതില് നോക്കൂ, ഇതില് ഈ 6 ഉൾപ്പെടുന്നില്ല, 12 ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ എന്താണ് 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഇനി ഇവിടെ എങ്ങനെ എഴുതാം? -23 ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ -23 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5. ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ അതിനൊരു കമന്റ് ഇടണം. കാരണം കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരണമെങ്കിൽ നിങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ള റെസ്പോൺസ് എനിക്ക് കിട്ടിയോണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കാണിക്കുകയുള്ളൂ. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ ഗണത്തിനും ഉചിതമായ സമസ്ത ഗണം എഴുതുക. മട്ടത്രികോണങ്ങളുടെ ഗണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ത്രികോണങ്ങളുടെ ഗണം, അതിലുള്ള ഒരു ഉപഗണമാണ് മട്ടത്രികോണങ്ങളുടെ ഗണം അല്ലെ? അപ്പൊ അതിന് സമസ്ത ഗണം എന്ന് പറയാം. മട്ടത്രികോണങ്ങളുടെ ഗണം, പിന്നെ സമപാർശ്വ ത്രികോണങ്ങളുടെ ഗണം, ഇതിനൊക്കെ സമസ്ത ഗണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറയും? ത്രികോണങ്ങളുടെ ഗണം എന്നുള്ളത് വരും. അപ്പൊ അടുത്തത് ഇനി എന്താന്ന് നോക്കൂ. സെറ്റ് A equal to set 1 3 5, B equal to 2 4 6, C equal to 0 2 4 6 8 ആയാൽ ചുവടെ കൊടുത്തിരിക്കുന്ന ഗണങ്ങളിൽ ഏതാണ് എ ബി സി എന്നീ ഗണങ്ങളുടെ സമസ്ത ഗണമായി എഴുതുവാൻ കഴിയുന്ന ഗണം? സമസ്ത ഗണമാണ് വെച്ചെങ്കിൽ ഇതിലുള്ള അംഗങ്ങളും ഇതിലുള്ള അംഗങ്ങളും ഇതിലുള്ള അംഗങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടണം. എങ്കിൽ മാത്രമേ അത് സമസ്ത ഗണമാവുള്ളൂ. അപ്പോ ഇവിടെ പറയുമ്പോ നോക്കൂ, 8 ഇതിലില്ല അല്ലെ? അപ്പൊ ഇത് പറയാൻ പറ്റില്ല. 5 അതില് ഒരു അംഗങ്ങളും ഇല്ല, അപ്പൊ പറയാൻ പറ്റില്ല. പിന്നെ എന്താണ് ഇതിലാവുമ്പോഴോ? ഇതില് 1 2 3 4 5 6 7 8 അല്ലെ? ഇതില് നോക്കൂ, 0 ഇല്ല. അപ്പൊ പിന്നെ ഇതില് നോക്കാൻ പറ്റില്ല അല്ലെ? 0 ഇതിലുണ്ട്, അപ്പൊ ഇതിലില്ല ചെങ്ങിയ അത് സമസ്ത ഗണമായി എഴുതാൻ പറ്റില്ല. സമസ്ത ഗണമായി എഴുതാൻ പറ്റുന്ന വെച്ചെങ്കിൽ എയിലുള്ള അംഗങ്ങളും ബിയിലുള്ള അംഗങ്ങളും സിയിലുള്ള അംഗങ്ങളും എല്ലാം നമുക്ക് ആ സമസ്ത ഗണത്തിൽ ഉണ്ടാവണം. അപ്പൊ ഇത് മാത്രമാണ് നമുക്ക് സമസ്ത ഗണമായിട്ട് എഴുതാൻ
സാധിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇനി വെൻ ഡയഗ്രാം ആണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പൊ നിങ്ങളുടെ ഓരോ റെസ്പോൺസിനനുസരിച്ചും നമുക്ക് ക്ലാസ്സുകൾ കൂടുതൽ കൂടുതൽ ചെയ്യാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.